ഹലോ ഗൈസ്, ഇപ്പൊ നമ്മുടെ സിയും ഗൂനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നൈസൻ അവിടെ നിന്ന് ഷെന്നിന്റെ ആശ്രമത്തിൽ പോകുമ്പോഴാണ് അന്ന് ഇവർ രക്ഷിച്ച ആ കൊച്ചിനെ കണ്ട് സംസാരിക്കുന്നത്. അതേസമയം നമ്മുടെ ഷെൻ അവിടെ വരുമ്പം സിയെ കണ്ടിട്ട് അവനും സി നീ മറ്റേ കൊച്ചിനെ കാണാൻ വന്നാണോ, വാ നമുക്ക് കാണാം എന്നിട്ട് അവനും വിളിക്കുമ്പോൾ അവളും ഷെൻ ഞാൻ അവളിപ്പോ കണ്ടിട്ട് വന്നേ ഉള്ളു, പിന്നെ നിന്റെ ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട്, കെട്ടൊക്കെ അയച്ചു മാറ്റിയ എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പോ ഫുൾ എനർജി ഉണ്ട്, പിന്നെ സി നീ ഇവിടെ വെയിറ്റ് ചെയ്യ് ഞാൻ നിന്നെ കൊണ്ടാക്കാം എന്നിട്ട് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം സീറാങ്ങും എങ്ങനെയൊക്കെ നമ്മുടെ സിയും ഷെന്നിനെയും സെപ്പറേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് അവളുടെ അസിസ്റ്റന്റും പറയുന്നത്, മാഡം എന്റെ ഒരു പ്ലാൻ ഉണ്ട്, നിങ്ങൾ സി ഒരു പെണ്ണാന്ന് കണ്ടുപിടിച്ചില്ലേ, ഈ സത്യം ഷെന്നിനോട് പറഞ്ഞ അവർ തമ്മിലുള്ള ബന്ധം മുറിയത്തില്ല, കാരണം ഷെന്നിന് കള്ളം പറയുന്ന ഇഷ്ടമല്ല എന്നിന് അവളൊരു ഐഡിയ പറയുമ്പോഴാണ് ഇത് കേട്ട് സീറാങ്ങും ബെസ്റ്റ്, ഷെന്നിനെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം, അവനിപ്പോ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരിക്കും എങ്ങനെയൊക്കെ സി ഒരു പെണ്ണായിരിക്കണമെന്ന്, കാരണം അവൻ അത്രയ്ക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു അവളെ, ഇപ്പൊ ഞാൻ പോയി സത്യം പറഞ്ഞ പിന്നെ അവർ രണ്ടുപേരും സെറ്റാം, നല്ല ഐഡിയ നീ തന്നെ എന്നിനി ഇവളൊരു സൈഡ് അവർ രണ്ടുപേരും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം നമ്മുടെ ലീ തന്നെ ഡയറക്റ്റ് ആയിട്ട് മെയിൻ കമാൻഡറിനോട് സിയെ കുറിച്ചുള്ള സത്യം പറയാൻ പോകുമ്പോഴാണ് നമ്മുടെ മെയിൻ കമാൻഡറും അത്യാവശ്യകാരായിട്ട് ഒരു സെക്കൻഡ് പുറത്തു പോകും. അത് കാരണം അവനും കമാൻഡർ വരുന്നവർ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കമാൻഡറിന് വേണ്ടി ഒരു പോസ്റ്റ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ലീയെ കുറിച്ച് അറിയാലേ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഫുൾ ഫോക്കസ് ആയതുകൊണ്ട് നമ്മുടെ ലീയും ആരും അറിയാതെ ലെറ്റർ എടുത്ത് അങ്ങ് പഠിക്കും. അപ്പോഴാണ് അതിനകത്ത് എഴുതിയേക്കുന്നത് നമ്മുടെ സി ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞ് അവളെ കുറിച്ചുള്ള ഫുൾ പ്രൂഫ് ആ ലെറ്ററിനകത്ത് ഇട്ടേക്കും. ഇത് ചെയ്ത് വേറെ ആരുമല്ല നമ്മുടെ ഓടയുടെ മകൾ സീറാങ് ആണ്. ഇത് കണ്ട് നമ്മുടെ ലീയെ സന്തോഷപ്പെട്ട് എന്നെക്കാളും വേറൊരു കില്ലാടി ഉണ്ടല്ലോ, ഇനിയിപ്പോ പ്രൂഫ് ഇല്ല ഞാൻ ഇതിന് ഹെഡ് കമാൻഡറിനോട് സി ഒരു പെണ്ണാന്ന് പറയുന്നത്, ഇവൻ തന്നെ പ്രൂഫായിട്ടെല്ലാം വച്ചേക്കുമല്ലേ, എന്റെ കാര്യം കഴിഞ്ഞ് എന്നിന് അവനും പുറത്തേക്ക് പോകുമ്പോൾ അതേസമയം നമ്മുടെ ഫിറ്റായ കമാൻഡർ അകത്തേക്ക് വന്ന് ഈ ലെറ്റർ കാണും. അപ്പോഴാണ് നമ്മുടെ മെയിൻ കമാൻഡർ ലീയെ കണ്ടിട്ട് എടാ നീ എവിടെ പോന്നറാ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞ എന്നിനെ കമാൻഡറും ചോദിക്കുമ്പോഴാണ് അവനും അതൊന്നുമില്ല കമാൻഡർ, ഞാൻ അറിയാതെ മറഞ്ഞു വീണു, അതുകൊണ്ട് 2-3 ദിവസം ലീവ് വേണം എന്നിന് അവനും കള്ളം പറയുമ്പോൾ ഇത് കേട്ട കമാൻഡറും ഇതിനൊന്നും ലീവ് ഇല്ല ക്ലാസ്സിൽ പടാ എന്നിന് അവനെ പറഞ്ഞേക്കും. അതേസമയം ഷെന്നും അവന്റെ ചേട്ടനായിട്ട് ഒരു മീറ്റിംഗ് വന്നേക്കും. അതായത് നമ്മുടെ സി മുമ്പ് ഒരു നാടകം അഭിനയിച്ചു കാണും, റോമിയോ ജൂലിയറ്റ്, അവരുടെ കൂടെ ഒരു മീറ്റിംഗ്. അപ്പൊ നമ്മുടെ ചേട്ടനും ഷെന്നിനോട് പറയും എടാ ഞാൻ വർക്ക് വിഷയമായിട്ടൊന്ന് പുറത്തു പോവാ, നീ മീറ്റിംഗ് ഒന്ന് നോക്കിയേക്ക് എന്നിനെ ചേട്ടനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അതേ സ്ഥലത്ത് നമ്മുടെ സിയുടെ ചേട്ടന്റെ കൂട്ടുകാരനോട് വേറൊരു പെണ്ണ് ചോദിക്കുന്നത്, മാനേജർ അന്നും നമ്മുടെ ആക്ട്രസ് ജൂലിയറ്റിന് പരിക്കൊറ്റിയതുകൊണ്ട് വേറൊരു പെണ്ണൊന്നും ആക്ട് ചെയ്തില്ലേ, അവളെന്താ വരാത്ത എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരനും സിയോ അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തിയ, അവൾ ഈ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന, പക്ഷെ അവളുടെ ചേട്ടൻ മരിച്ചതോടെ പിന്നെ അവൾ പഠിത്തമെല്ലാം നിർത്തി, ഇപ്പോഴാ കുറച്ചൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷെന്ന് ഷോക്കായിട്ട് എന്തുവാ സിയുടെ ചേട്ടൻ മരിച്ചോ, അപ്പൊ എന്റെ കൂടെ മിലിറ്ററി സ്കൂളിൽ പഠിക്കുന്ന ആരാ എന്നിന് അവന് ഷോക്കാവും. അതേസമയം ഫിറ്റായ കമാൻഡറും ആ ലെറ്റർ എടുത്ത് നമ്മുടെ സിയുടെ തന്നെ കൊടുത്തിട്ട് സി നീ ഒരു പെണ്ണാന്നുള്ള കാര്യം പുറത്ത് ആരാണ്ട് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവൻ പക്കാ പ്രൂഫായിട്ട് മെയിൻ കമാൻഡറിന്റെ ഓഫീസിൽ തന്നെ അയച്ചു, ഒരു ഇത് കമാൻഡർ കണ്ടായിരുന്നെങ്കിൽ നിന്നെ പുറത്താക്കിയാണ്, പോരാതെ നിന്നെ പിടിച്ച് ജയിലിൽ അടച്ചാലും അടയ്ക്കും, കാരണം നീ ചെയ്ത ചീറ്റിങ് എന്നിനെ കമാൻഡർ പറയുമ്പോഴാണ് ഇത് കേട്ടവളും കമാൻഡർ നിങ്ങൾ ഇത് ആരും അറിയാതെ കീപ്പ് ചെയ്യുന്ന താങ്ക്സ്, പക്ഷെ നിങ്ങൾക്ക് മുമ്പേ അറിയായിരുന്നല്ലേ ഞാനൊരു പെണ്ണാന്ന് എന്നിന് അവളും ചോദിക്കുമ്പോൾ നമ്മുടെ കമാൻഡർ ഒന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം സിയും പുറത്തേക്ക് പോകുമ്പോഴാണ് അവളുടെ കൂട്ടുകാരെയും വിളിച്ചിട്ട് എടി സി നീ എനിക്കൊരു സഹായം ചെയ്യണം, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും എന്നെ ഹോഴ്സ് റൈഡിങ് വിളിച്ച്, ഞാനും അറിയാൻ നിനക്ക് മാസമായിട്ട് വരാന്ന് പറഞ്ഞ്, പക്ഷെ എനിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നീ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാവോ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് സിയും ഇല്ല എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിന്നോട് നിന്നെ വെറുതെ ചുമ്മാ ഷോയെ കാണിക്കാൻ പറഞ്ഞ ഞാനൊന്നും പഠിപ്പിക്കത്തില്ല എന്നിന് അവൾ പറയുമ്പോൾ ഇത് കേട്ട് ജാനും പെട്ടെന്ന് അങ്ങനാണോ, എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് സഹായിച്ചേക്കുക, എന്തോ സി നിനക്ക് മനസ്സില്ല ഇത്രയുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നിന് അവളും കുറെ ടച്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് കേട്ട് സിയും മതി നീ ആദ്യം ഇങ്ങനെ മിണ്ടാതിരി ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നിന് അവളും നമ്മുടെ ജാനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയത്ത് നമ്മുടെ ജാന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ വരുന്നത്, അതായത് അവൾമാരൊക്കെ കുറെ ഷോ ആണ്, പൈസ ഉള്ള ടീം ആയതുകൊണ്ട് ഇത് കണ്ട് ജാനും കണ്ടോ അവരൊക്കെ പൈസ ഉള്ളവണൊക്കെ ചുമ്മാ ഷോ കാണിക്കുന്നത്, ഇങ്ങനെ എന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ, പിന്നെ സി നീ എന്തിനാ ചുമ്മാ ഡള്ളായിട്ടിരിക്കുന്നത്, നീ എന്തോ ആലോചിക്കുന്നത് എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് നമ്മുടെ സിയും നമ്മുടെ ഗു പ്രൊപ്പോസ് ചെയ്ത എല്ലാ കാര്യം പറയുന്നത്. ഇത് കേട്ടോടെ നമ്മുടെ ജാനും ചിരി വന്നിട്ട് അയ്യോ സി നമ്മുടെ ഗു എന്ത് റൊമാൻറ്റിക് സ്റ്റൈലിലാ പ്രൊപ്പോസ് ചെയ്തത്, അത് കണ്ടപ്പോ നീ വീണോയില്ല, ഞാനാണ് വീണോയനെ എന്നിന് അവളും കളിയാക്കുമ്പോൾ അവളും ഒന്ന് പോടി, മിലിറ്ററി സ്കൂളിൽ പോയ അവന്റെ ശല്യം ഇവിടെ വന്ന നിന്റെ ശല്യം, മിണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും എന്നിന് ഇവരുടെ സംസാരിച്ചുകൊണ്ട് ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടി പോകും. പക്ഷെ അവിടെ ഇരിക്കുന്ന ആരും ഇവരെ അകത്തേറാൻ സമ്മതിക്കാതെ ഇല്ല നിങ്ങൾക്ക് ഹോഴ്സ് റൈഡ് ചെയ്യണമെങ്കിൽ അത് നേരത്തെ ബുക്ക് ചെയ്യണം, പക്ഷെ ഇന്ന് ഫുള്ളും ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നിന് അയാളും തടഞ്ഞിരുത്തുമ്പോഴാണ് കറക്റ്റ് അതേ സമയം മറ്റേ റിച്ചായ ടീംസ് അവിടെ വന്നിട്ട് വിളമാരൊക്കെ നാണം കെട്ട് നിൽക്കുന്നുണ്ടില്ലേ, എക്സ്ക്യൂസ് മീ ജെന്റിൽമാൻ എന്റെ കസിന ഇതിന്റെ ഓണർ, അതുകൊണ്ട് എന്നെ നകത്ത് കയറ്റാവും എന്നിന് അവളുമാരൊന്ന് നമ്മുടെ സിയും ജാനും അവരെല്ലാരും കൂടെ നാണം കെടുത്തും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം മാസായിട്ട് നമ്മുടെ ഷെൻ എൻട്രി കാണിക്കുന്നത്, കാരണം ഇവളുടെ കസിൻ വേറെ ആരുമല്ല നമ്മുടെ ഷെന്നാണ്. അപ്പോഴാണ് ഷെന്നിന്റെ കണ്ടിട്ട് അവളും കസിൻ നിങ്ങൾ എന്ത് ഇവിടെ, ഇവർ ഞങ്ങൾ അകത്ത് കയറ്റുന്നില്ല ഒന്ന് പറയൂ എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് ഷെന്നും ആരാ നീ എന്നിന് അവൻ ചോദിച്ചാടെ ഇത് കേട്ട അവളും കസിൻ ഷെൻ നിന്റെ കസിൻ, എനിക്ക് അങ്ങനെ കസിൻ ഇല്ലല്ലോ, നീ ആരെന്ന് എനിക്കറിയത്തില്ല ഒന്ന് പോയാ എന്നിന് അവള് മൈൻഡ് ചെയ്ത നമ്മുടെ ജാനെ നോക്കിയിട്ട് അജാൻ നീ നിന്റെ ഫ്രണ്ട്സുമായിട്ട് വന്നതാണോ, എന്റെ പേരും പറഞ്ഞ് അകത്തേറത്തെന്ത് എന്തിനാ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന എന്നിന് അവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അതേസമയം
നമ്മുടെ ഷെന്നിനെ കണ്ടിട്ട് സി ഇങ്ങനെ ഫേസ് മറച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഷെന്നും അല്ല ഇതാരാ ഫേസ് മറച്ചിരിക്കുന്നത് എന്ന് അവനും ചോദിക്കുമ്പോഴാണ് നമ്മുടെ ജാനും ചെറിയ ടെൻഷന് ഓ ഇത് നിനക്ക് അറിയത്തില്ലേ നമ്മുടെ സീയുടെ അനിയത്തി എന്ന് അവളും പരിചയപ്പെടുത്തുമ്പം ഇത് കേട്ട് ഷെന്നും ഓ ഓ സീയുടെ അനിയത്തിയാ അല്ലേ കണ്ടിട്ട് സിയെ പോലെ ഉണ്ടല്ലോ പക്ഷെ എന്ന് അവനും കളിയാക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ഷെന്നിന് ഇപ്പൊ സി ഒരു പെണ്ണാന്നറിയാം. അതെന്തോന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മുടെ ഷെൻ ഒരു മീറ്റിംഗ് പോയി കാണും. അപ്പൊ ആ മാനേജർ നമ്മുടെ സിയുടെ ചേട്ടൻ എന്ന് മരിച്ചോ എന്ന് പറയും. അങ്ങനെ ഇതും കേട്ട് നമ്മുടെ ഷെന്നും അവന്റെ അസിസ്റ്റന്റിനോട് സിയെ കുറിച്ച് അന്വേഷിക്കാൻ പറയുമ്പോഴാണ് അവനും സിക്ക് ഒരു ചേട്ടനുണ്ട്, അവൻ മരിച്ചതിന് ശേഷം നമ്മുടെ സി അവനൊരു മിലിറ്ററി ജോയിൻ ആയ കാര്യം അറിയുന്നത്. അങ്ങനെ അതും ആലോചിച്ചാണ് നമ്മുടെ ഷെന്നും ഇപ്പൊ സിയെ കളിയാക്കുന്നത്. ആ സിയുടെ അനിയത്തി നിങ്ങളുടെ ഫേസ് ഒന്ന് കാണിക്കാവോ, ഞാൻ നല്ലോണം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അവനും പറയുമ്പം നമ്മുടെ സീന് വേറെ വരിയിലെന്ന് പറഞ്ഞ് അവളുടെ ഫേസ് ഇങ്ങനെ തുറന്നു കാണിക്കും. അതിനുശേഷം ഇവരെല്ലാം കൂടെ റൈഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഷെന്നും സിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവളൊരു പെണ്ണാന്ന് അറിഞ്ഞ ഉടനെ നമ്മുടെ ഷെന്നിന് ഇപ്പം ഫുൾ ആക്റ്റീവായിട്ട് അവളോട് ഇഷ്ടം തോന്നി. അങ്ങനെ റൈഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സി മാത്രം ഒരു ടേബിളിൽ ചെന്നിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ഷെന്നെ അടുത്തേക്ക് ചെന്നിട്ട് ആ സി വന്നപ്പോ തൊട്ട് നീ എന്തിനാ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത്, ഒരേശം നിനക്ക് നാണമാണ് എന്നെ കണ്ടിട്ട്, അല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവനും ചോദിക്കുമ്പോൾ അവളും അങ്ങനൊന്നുമില്ല ഞാൻ ചുമ്മാ കുനിഞ്ഞെന്നേ ഉള്ളു എന്ന് അവളും പറയുമ്പോ അവനും ഇല്ലല്ലോ നിന്റെ റിയാക്ഷൻ കണ്ട എന്റെ അടുത്തിരുന്ന് എന്തോ വലിയ സത്യം മറച്ചേക്കുന്ന പോലെ തോന്നുന്നു എന്ന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും പേടിച്ചിട്ട് അയ്യോ ഇനി ഞാൻ തന്നെയാ സീൻ അവൻ കണ്ടുപിടിച്ച എങ്കിൽ ശരി ഇവനോട് എല്ലാ സത്യം തുറന്നറിയാം എന്ന് അവളും പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഷെന്നും സി ചുമ്മാ എന്തിനാ നീ മറച്ചു വയ്ക്കുന്നത്, നമ്മൾ ഇതിനു മുമ്പ് മീറ്റ് ചെയ്തിട്ടില്ലേ, നീ എന്ന് ജൂലിയറ്റ് ആയിട്ട് ആക്ട് ചെയ്തപ്പം ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഡ്രസ്സിംഗ് റൂമിൽ വന്ന്, പക്ഷെ നീ എന്നെ കാണണമെന്ന് പറഞ്ഞ് എവിടാണ്ട് കൊളിഞ്ഞുപോയി, അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അവനും വിഷയം മാറ്റുമ്പം ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ സീൻ സമാനമാകുന്നത്. ഓ അതിനെ കുറിച്ചായിരുന്നു നീ പറഞ്ഞ, ഒരു സെക്കൻഡ് ഞാൻ പേടിച്ചുപോയി എന്ന് അവൾ ആശ്വാസപ്പെടും. പക്ഷെ നമ്മുടെ ഷൻ അവൾ ടെൻഷൻ ആയിരിക്കാൻ വേണ്ടിയാണ് അവളെ കുറിച്ചുള്ള സത്യം പറയാത്തത്. എന്നിട്ട് ഷൻ വീണ്ടും ഒരു ടിസ്റ്റ് വയ്ക്കും. എങ്കിൽ ശരി സി നിന്റെ ചേട്ടനും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സാ, അവനെ ഞാൻ എന്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ അവന്റെ കൂടെ ഒന്ന് പോന്നേക്കണേ, കാരണം നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുമിച്ച് കാണണം എന്ന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും അത് ഷോക്കായി. എന്തുവാ ഞങ്ങൾ ഒരുമിച്ച് കാണണമെന്ന് എന്ന് അവളും മേടിച്ചിട്ട് ഇല്ല ഷൻ എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് അവൾ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കും. അപ്പോഴാണ് ഷെന്നും അയ്യോ നീ പഠിക്കുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പൾ എനിക്ക് അറിയാവുന്ന ആളാ, ഞാൻ വേണം നിനക്ക് വരാം ലീവ് എടുത്തരാം എന്ന് അവനും എല്ലാ ഗ്യാപ്പിലും ലോക്ക് ഇടുമ്പോഴാണ് ഇതൊക്കെ കണ്ട് അവളും വേറെ വരിയില്ലാതെ ഓക്കെ ഇനി എനിക്ക് രക്ഷയില്ലെന്ന് മനസ്സിലായി, എങ്കിൽ ശരി ഷൻ ഞാൻ എങ്ങനെയൊക്കെ വന്നേക്കാം എന്ന് അവളും വരാന്ന് പറയും. അതിനുശേഷം മിലിറ്ററി സ്കൂളിൽ വെച്ച് നമ്മുടെ ലീയും ഓരോരുത്തന്മാരുടെ അടുത്ത് പോയിട്ട് എടാ ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഇവിടെ വല്ലതും സംഭവിച്ചോ, എക്സാമ്പിളിന് നമ്മൾ സീക്കെല്ലാം സംഭവിച്ചോ എന്ന് അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവന്മാരെല്ലാം ഇവിടെ ഒന്നും സംഭവിച്ചില്ല, നിന്റെ കാലും കൈയൊക്കെ മാറിയല്ല എന്ന് അവന്മാരെല്ലാം സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ട് ലീയും എന്തുവാ ഒന്നും സംഭവിച്ചില്ലെന്നോ, അപ്പൊ ആ ലെറ്റർ എന്തായി എന്ന് അവനും പെട്ടെന്ന് ഫിറ്റായ കമാൻഡറിനെ കാണാൻ പോയിട്ട് സാർ ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം, നമ്മുടെ മിലിറ്ററി സ്കൂളിലെ സി ഇല്ലേ അവനൊരു ആണല്ല പെണ്ണായിട്ട് വേഷം ധരിച്ച് നമ്മളെല്ലാരും ചീറ്റ് ചെയ്യുക എന്ന് അവന് സത്യം എല്ലാം അറിയാതെ നമ്മുടെ ഫിറ്റായ കമാൻഡറിനോട് പറയുമ്പോഴാണ് ഇത് കേട്ട് അദ്ദേഹവും ആണോ ഓക്കെ ഇനി മുമ്പോയിക്കോ എന്നിനെ സൈലന്റ് ആയിട്ട് അവന് പറഞ്ഞയക്കും. ഇതും കേട്ട് അവനും കൺഫ്യൂസ് ആയിട്ട് ഇയാൾ എന്തോടെ ഇത്രയും വലിയ കാര്യം പറഞ്ഞു ഞാൻ എന്നിട്ട് ഓക്കെ പൊയ്ക്കോന്നോ, ഇത് ഞാൻ വെറുതെ വിടത്തില്ല സി നീ തീർന്ന് എന്നിന് അവന് വീണ്ടും ഒരു പ്ലാൻ ആയിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചോക്ലേറ്റ് ബോയും പറയുന്നത് എടാ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മിലിറ്ററി സ്കൂളിൽ ആരാണ്ടൊക്കെ പൈസ കട്ടുണ്ടോന്ന്, ഇന്നലെ എന്റെ പൈസ ആരാണ്ട് കട്ടുകൊണ്ടുപോയി, അവൻ ആരാന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നിന് അവനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സോങ് മാത്രം ഒരു ചെറിയ ടെൻഷന് അവനെ കുടിഞ്ഞിരുന്ന് കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ സി ഉറങ്ങി കിടക്കുമ്പോഴാണ് പുറത്ത് ലീ എല്ലാരും വിളിച്ചിങ്ങനെ കൂട്ടം കൂടിക്കൊണ്ടിരിക്കും. എടാ എന്റെ പൈസ ആരാണ്ട് കട്ടുണ്ടോ എടാ, അതിനകത്ത് ഞാൻ കുറെ പൈസ വെച്ചായിരുന്നു, അവൻ ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കണം, എന്തായാലും അവൻ എന്ന് രാത്രി എല്ലാവരും പൈസ കട്ടുണ്ടോല്ലേ, നിങ്ങൾക്ക് ഇത് ആരാന്നറിയണ്ടേ എന്നിന് അവനെ എല്ലാവരോടും പറയുമ്പോഴാണ് ഇത് കേട്ട അവന്മാരെല്ലാം ആണ് ഇന്ന് അവനെ കണ്ടുപിടിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം എന്നിന് എല്ലാരും ഓരോരുത്തർ റൂം ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് നമ്മുടെ ലീ ആദ്യം തന്നെ സിയെ ഫോക്കസ് ചെയ്ത് വരും. കാരണം അവന്റെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ സിയെ ഒരു പെണ്ണാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവളുടെ റൂം ചെക്ക് ചെയ്യാനാണ്. അങ്ങനെ അവൻ അടുത്തേക്ക് വന്നിട്ട് എന്തുവാ സി നമുക്ക് റൂം ഒന്ന് ചെക്ക് ചെയ്താലോ എന്നിന് അവനൊരു ആക്കിയ രീതി സംസാരിക്കുമ്പം ഇത് കേട്ടവളും നിനക്ക് ചെക്കല്ലേ ചെയ്യണ്ടേ, ധൈര്യമായിട്ട് അകത്ത് ഇരിക്കുക, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അകത്ത് ഗൂ ഉറങ്ങുക കേട്ടോ, അവനുള്ളപ്പോ നീ എങ്ങനെ എന്റെ റൂം ചെക്ക് ചെയ്ത് ഞാൻ നോക്കട്ടെ എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് അവന്മാരെല്ലാം ഇങ്ങനെ പേടിച്ച് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് വേറൊരുത്തൻ നമ്മുടെ സോങ്ങിന്റെ റൂം ചെക്ക് ചെയ്തിട്ട് ഗായ്സ് ഈ സോങ്ങിന്റെ റൂമിൽ കുറെ പൈസ ഉണ്ട്, ഇവനായിരിക്കും മിക്കാറ കള്ളൻ എന്നിന് അവന്മാരെല്ലാം നമ്മുടെ സോങ്ങിനെ വഴി പറയുമ്പം ഇത് കേട്ട് അവനും ഇല്ല ഇത് എന്റെ പണമാണ് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായത് എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവന്മാരൊന്നും വിശ്വസിക്കാതെ ഇല്ല ഇല്ല നീ ആയിരിക്കും അവിടെ കട്ട എന്നിന് അവരെല്ലാം വഴക്കുണ്ടാക്കുമ്പോഴാണ് ഇതേ കേട്ട് നമ്മുടെ ചോക്ലേറ്റ് ബോയും എല്ലാവരും സമാനത്തിരി എടാ സോങ് ഇനി നിന്നെ വിശ്വാസമുണ്ട് നീ തന്നെ പറ നിനക്ക് എവിടെ നിന്ന് ഇത്രയും പൈസ എന്നിന് അവനും ചോദിക്കുമ്പം ഇത് കേട്ട് സോങ്ങും അതാ ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവന്മാരും വിശ്വസിക്കാതെ നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്നിനെ മൊത്തത്തിൽ ബഹളമാകുമ്പോഴാണ് കറക്റ്റ് അതേസമയം മാസമായിട്ട് നമ്മുടെ ഗു ആരുടെ രാവിലത്തെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് ഇറങ്ങിയൊന്ന് 2 അടി തന്നുണ്ടല്ലോ എന്നിന് അവനും വന്നതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വരുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.